എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ നവരാത്രി ഉത്സവമൊക്കെ കഴിഞ്ഞ് നമ്മൾ വളരെ ഉല്ലാസഭരിതരായി ഈശ്വരാധീനമൊക്കെ ലഭിച്ച് മുൻപോട്ട് പോകുന്ന ഒരു ദിവസമാണ്. എല്ലാവർക്കും ഇന്നത്തെ പരിപാടിയിലേക്ക് സ്വാഗതം. നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തികകാല്. ഇന്ന് മേടക്കൂറുകാർക്ക് ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട് എന്ന് പരിശോധിക്കാം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ മേടക്കൂറുകാർക്ക് ഇന്ന് പകൽ വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. അതേപോലെ വൈകുന്നേരം ചില മനക്ലേശങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. പ്രത്യേകിച്ച് ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക്, സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർക്കൊക്കെ ഇന്ന് വൈകുന്നേരം കഷ്ടനഷ്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ദിവസമാണ്. തൊഴിലാളികളുമായി തർക്കമുണ്ടാകുവാനോ അല്ലെങ്കിൽ തൊഴിലാളികളാൽ വഞ്ചിക്കപ്പെടുവാനോ ധനനഷ്ടമുണ്ടാകുവാനോ ഒക്കെ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. വളരെ ശ്രദ്ധിക്കുക. എന്നാൽ കലാകാരന്മാർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായൊരു ദിവസമായിരിക്കും. കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായൊരു ദിവസമായിരിക്കും. ചില പ്രത്യേക ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക്, അതായത് ഷെയർ അങ്ങനെ തുടങ്ങുന്ന ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും വളരെ അനുകൂലമായൊരു ദിവസമല്ല ഇന്ന്. വൈകുന്നേരത്തോടുകൂടി ചില മാനസിക പ്രശ്നങ്ങൾ എല്ലാവർക്കും വന്നു ചേരാമെങ്കിലും വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അധ്യാപകർക്കും ഒക്കെ നല്ല ഒരു ദിവസമായിരിക്കും. വിദ്യാർത്ഥികൾക്ക് പൊതുവെ ആശ്വാസകരമായ ഒരു ദിവസമായിരിക്കും ഇന്ന്. സന്താനങ്ങളെക്കുറിച്ചുള്ള ഉത്കണ്ഠ വർദ്ധിക്കുന്ന ദിവസമാണ്. അവരുടെ നല്ല റിസൾട്ടുകളൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് ഇന്ന് പ്രതികൂലമായ ചില മറുപടികൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഈശ്വര പ്രാർത്ഥനയാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാന തത്വം. അതുകൊണ്ട് എല്ലാവരും ഈശ്വര പ്രാർത്ഥനയിൽ മുഴുകുകയും അവരവരുടെ ആചാരപ്രകാരം മുൻപോട്ട് പോവുകയും ചെയ്യേണ്ടതാണ്. അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക മുക്കാല്, രോഹിണി, മകയിരത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായൊരു ദിവസമാണ്. എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും നല്ല ഒരു ദിവസമായിരിക്കും. എങ്കിലും സ്വന്തമായ ബിസിനസ് ചെയ്യുന്നവർക്ക് ചില കഷ്ടനഷ്ടങ്ങൾ നേരിടാനായിട്ട് സാധ്യതയുണ്ട്. അതേപോലെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേരത്തെ ഉള്ള ചില തെറ്റായ തീരുമാനങ്ങളിൽ ഖേദിക്കേണ്ടി വരികയോ അല്ലെങ്കിൽ വാണിംഗ് കിട്ടുകയോ ഒക്കെ ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും. മേലധികാരികളിൽ നിന്ന് തിക്താനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും. അതേപോലെ ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും IT രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഇന്ന് അനുകൂലമായൊരു ദിവസമായിരിക്കും. വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇന്ന് അത്ര അനുകൂലമായ ഒരു ദിവസമായിരിക്കില്ല. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. കലാകാരന്മാർക്ക് ഇന്നത്തെ ദിവസം ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. വൈകുന്നേരത്തോടുകൂടി അതിനൊക്കെ പരിഹാരം ലഭിക്കുന്നതാണ്. എന്നാലും ചില പരിപാടികളുടെ ആസൂത്രണം ചെയ്യുന്നതിലുള്ള പിഴവ് മൂലം കുറച്ച് മാനസിക സംഘർഷങ്ങൾ ഉണ്ടാകുവാനായി സാധ്യതയുണ്ട്. എങ്കിലും പ്രതീക്ഷിച്ചിരിക്കുന്ന പല കാര്യങ്ങളും നടക്കുന്ന ദിവസമാണ്. പ്രത്യേകിച്ചും സാമ്പത്തികമായ വരുമാനം പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് ലഭിക്കും എന്നുള്ള ഒരു അറിയിപ്പ് കിട്ടുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകയിരത്തര, തിരുവാതിര, പുണർദം മുക്കാല്. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ ഗുണകരമായ ഒരു ദിവസമായിരിക്കും. നേരത്തെ ഉണ്ടായിരുന്ന ചില ശാരീരിക ക്ലേശങ്ങളും മനക്ലേശങ്ങളുമൊക്കെ ഇന്ന് ഒഴിഞ്ഞു കിട്ടുന്നതാണ്. ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ സ്വന്തമായ തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഇന്ന് താരതമ്യേന നല്ല ദിവസമായിരിക്കും. യാത്ര പുറപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്ക്, വിദേശ യാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക്, വിദേശ പഠനത്തിന് ശ്രമിക്കുന്നവർക്ക്, വിദേശത്ത് ജോലിക്ക് പ്രവർത്തിക്കുന്നവർക്ക് അല്ലെങ്കിൽ അവിടെ ജോലിയിലിരിക്കുന്നവർക്ക്, അതിനായി ശ്രമിക്കുന്നവർക്കുമൊക്കെ ഇന്ന് അനുകൂലമായൊരു മറുപടി ലഭിക്കാൻ സാധ്യതയുണ്ട്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇന്ന് പ്രതികൂലമായൊരു ദിവസമായിരിക്കും. അതേപോലെ ദൂരയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട്. ഈശ്വര പ്രാർത്ഥനയാണ് എല്ലാത്തിനും പരിഹാരം.
അതുകൊണ്ട് ഈശ്വര പ്രാർത്ഥനയിൽ മുഴുകുക. അടുത്തതായി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ഇന്ന് കർക്കിടകക്കൂറിൽ എന്താണ് എന്ന് നോക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർദം, കാല്, പൂയം, ആയില്യം. ഈ കൂറുകാർക്ക് ഇന്ന് വളരെ ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമായിരിക്കും. എന്നാൽ ഗുണാധിക്യമാണ് കാണുന്നത്. പകൽ മുഴുവൻ ആലസ്യത്തിൻ്റെ ദിവസമാണെങ്കിലും ഉച്ചയ്ക്ക് ശേഷം എല്ലാ കാര്യങ്ങൾക്കും ഒരു ധൃതഗതി ഉണ്ടാകുന്നതാണ്. അനുകൂലമായ ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുകയും മനസ്സിന് വളരെ സന്തോഷമുണ്ടാവുകയും ഒക്കെ ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും. ദൂരയാത്രയ്ക്കുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ചില തടസ്സങ്ങൾ ഒഴിവാക്കിയാൽ ദൂരയാത്ര സന്തോഷപ്രദമായിരിക്കും. ജീവിതത്തിൽ വളരെ നാളായി ആഗ്രഹിക്കുന്ന വിവാഹാദി കാര്യങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. കമിതാക്കൾക്ക് വളരെ അനുകൂലമായൊരു ദിവസമാണ്. വിവാഹത്തിനുള്ള അനുമതി ലഭിക്കുകയും ദിവസം നിശ്ചയിക്കുകയും ഒക്കെ ചെയ്യാനായിട്ട് സാധ്യത കാണുന്നുണ്ട്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇന്നും പ്രതികൂലമായൊരു ദിവസമായിരിക്കും. അതേപോലെ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ചില ജോലിഭാരം കൊണ്ടുള്ള ശാരീരിക ക്ലേശങ്ങൾ വന്നു ഭവിക്കാൻ സാധ്യത ഉള്ളതൊഴിച്ചാൽ വളരെ അനുകൂലമായ ഒരു ദിവസമായിരിക്കും. അതേപോലെ കായികമായ ജോലികൾ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. സന്തോഷകരമായ ഒരുപാട് കാര്യങ്ങൾ നടപ്പിലാക്കാനായിട്ട് സാധ്യത കാണുന്നുണ്ട്. അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്രം, കാല്. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു. ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർക്ക് ഇന്ന് ഏറ്റവും അനുകൂലമായ ദിവസമാണ്. ലാഭകരമായ ഒരുപാട് അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ലാഭം ഉള്ള പുതിയ ബിസിനസ്സുകൾ തുടങ്ങാനും പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെടാനുമൊക്കെ സാധ്യത കാണുന്നു. IT ഫീൽഡിലുള്ളവർക്ക് ചില സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് ഇന്ന് പരിഹാരം കണ്ടെത്തുന്നതാണ്. തൊഴിൽ നഷ്ടപ്പെടും എന്ന് ആശങ്കപ്പെട്ടിരിക്കുന്നവർക്ക് അനുകൂലമായ ഒരു മറുപടി ലഭിക്കുന്ന ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ നമ്മുടെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, യൂണിഫോം ഇട്ട ജോലി ചെയ്യുന്നവർക്ക് ഒക്കെ ഇന്ന് പ്രത്യാശയുള്ള ഒരു ദിവസമായി കാണുന്നു. ജോലി ഭാരം കൊണ്ട് ചില ശാരീരിക ക്ലേശങ്ങൾ വരാൻ സാധ്യതയുണ്ടെങ്കിലും വളരെ പ്രതീക്ഷയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. ദൂരയാത്രയ്ക്ക് അല്ലെങ്കിൽ ദീർഘയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് ചില തടസ്സങ്ങൾ നേരിടാനായിട്ട് സാധ്യത കാണുന്നു. അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രമുക്കാല്, അത്തം, ചിത്തിരാര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായ ദിവസമായിരിക്കുമെങ്കിലും സ്വന്തം ഇഷ്ടപ്രകാരം എന്തെങ്കിലും സ്വയം ചെയ്തിട്ട് അതിൽ നിന്ന് ചില അനർത്ഥങ്ങളുണ്ടാകാനും ഒരുപാട് പ്രയാസപ്പെടാനുമൊക്കെ സാധ്യതയുള്ളതുകൊണ്ട് ഇന്ന് ഏതൊരു കാര്യവും ചെയ്യുമ്പോൾ 1-2 തവണ ആവർത്തിച്ച് ആലോചിക്കേണ്ടതായിട്ട് കാണുന്നു. അതേപോലെ മുതിർന്നവരോട് അല്ലെങ്കിൽ അറിവുള്ളവരോടൊക്കെ ഒന്ന് കൂടി ആലോചിച്ചിട്ട് കാര്യങ്ങൾ തുടങ്ങുന്നത് നന്നായിരിക്കും. ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ സംരംഭങ്ങളിലേക്കുള്ള ക്ഷണം ലഭിക്കാനായിട്ട് സാധ്യതയുണ്ട്. ശാരീരിക ക്ലേശം അനുഭവിക്കുന്നവർക്ക് വളരെ ആശ്വാസകരമായ ചികിത്സ ലഭിക്കാനായിട്ട് സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കുമെന്ന്. അതേപോലെ വിവാഹാദി കാര്യങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായൊരു ദിവസമായിരിക്കുമെന്ന്. കമിതാക്കൾക്കും വളരെ അനുകൂലമായ ദിവസമാണ്. ലോട്ടറി തുടങ്ങിയ കാര്യങ്ങൾ എടുക്കുന്നവർക്കോ അല്ലെങ്കിൽ വിൽക്കുന്നവർക്കോ ഒക്കെ ഇന്ന് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. അതേപോലെ ദൂരയാത്രയ്ക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക്, ദൂരത്ത് പഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് ഒക്കെ അനുകൂലമായ ദിവസമായിരിക്കും. എങ്കിലും ഓർക്കാപ്പുറത്തുണ്ടാകുന്ന ചില നഷ്ടങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുമെന്നതിനാൽ വളരെ ശ്രദ്ധയോടുകൂടി സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. അടുത്തതായി നമുക്ക് തുലാക്കൂറുകാരുടെ ഇന്നത്തെ ഫലം പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിരാര, ചോതി, വിശാഖമുക്കാല്. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമായിരിക്കും.
വിവാഹാദി കാര്യങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായൊരു ദിവസമായിരിക്കും. അതേപോലെ ദൂരയാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ദൂരയാത്രയിൽ നേട്ടങ്ങൾ കൈവരിക്കാൻ പോകുന്നവർക്ക്, വിദേശ പഠനം ആരംഭിക്കുന്നവർക്ക് അല്ലെങ്കിൽ വിദേശത്ത് പഠിക്കാനായി ശ്രമിക്കുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം അനുകൂലമായിരിക്കും. വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അത്ര അനുകൂലമായൊരു ദിവസമായിരിക്കില്ല, സംഘർഷം നിറഞ്ഞ ഒരു ദിവസമായിരിക്കും. യൂണിഫോം ഇട്ട് ജോലി ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായ ഒരു ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ തന്നെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രത്യാശ ഉണ്ടാകുന്ന ഒരു ദിവസമാണ് ഇന്ന്. അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലം നോക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു. ഇന്ന് പ്രതീക്ഷിച്ചിരുന്ന പല കാര്യങ്ങളും നടക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം ചില ആശങ്കകളോ പ്രയാസങ്ങളോ ഒക്കെ വന്നു ഭവിക്കാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങൾ വന്നു ഭവിക്കാൻ സാധ്യതയുണ്ട്. സന്താനങ്ങളെക്കുറിച്ച് ചില വിഷമതകളൊക്കെ നേരിടാനായി സാധ്യത കാണുന്നു. അതേപോലെ ജീവിതത്തിൽ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങൾക്കും തീരുമാനമുണ്ടാകാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ്. സമ്മാനാദികൾ ലഭിക്കുന്ന ദിവസമാണ്. ഉല്ലാസയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്കും അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. എന്നാൽ വിദ്യാർത്ഥികളെക്കുറിച്ച് മാതാപിതാക്കൾക്ക് വളരെയധികം സംഘർഷമുണ്ടാകുന്ന ചില അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യത ഉള്ള ഒരു ദിവസമാണ് ഇന്ന്. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് തൊഴിലിൽ വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. IT ഫീൽഡിൽ പ്രവർത്തിക്കുന്നവർക്കും ചില സാങ്കേതിക തടസ്സങ്ങൾ മൂലമുണ്ടാകുന്ന താമസം മൂലം ചില വാണിങ്ങെല്ലാം ലഭിക്കാനുള്ള സാധ്യത കാണുന്നു. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് ധനുക്കൂറുകാരുടെ ഇന്നത്തെ ഫലം പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാടം, ഉത്രാടം, കാല്. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. സന്തോഷത്തിൻ്റെ ദിവസമായിരിക്കും. മനസ്സിൽ ഒരുപാട് ദിവസമായി കൊണ്ടുവന്ന ഭാരം ഒഴിഞ്ഞുപോയ ഒരു ദിവസമായിട്ട് കാണുന്നു. അതേപോലെ ആഗ്രഹിച്ച പ്രകാരം വാഹനാദികൾ വാങ്ങാനും അതേപോലെ ഗ്രഹം മോടി പിടിപ്പിക്കാനും ഉള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ വസ്തു വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും വസ്തു വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. ജീവിതത്തിൽ ഒരുപാട് കാലം ആഗ്രഹിച്ചിരുന്ന വിവാഹ കാര്യങ്ങൾക്ക് തീരുമാനമുണ്ടാകും. പുതിയ അനുകൂലമായ ഒരു സുഹൃത്തിനെ, ആത്മബന്ധമുള്ള ഒരു വ്യക്തിയെ കണ്ടെത്താനും സാധ്യതയുണ്ട്. സുഹൃത്തുക്കളുമായി ഉണ്ടായിരുന്ന കലഹം പറഞ്ഞു തീർക്കാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായ നേട്ടമുണ്ടാകുന്ന ദിവസമാണ്. എന്നാൽ ചിലവ് കൂടിയ ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ ഇന്നത്തെ ഫലം പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടമുക്കാല്, തിരുവോണം, അവിട്ടത്തര. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണമേറിയ ദിവസമാണ്. വൈകുന്നേരത്തോടുകൂടി ചില മാനസിക സംഘർഷങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നതൊഴിച്ചാൽ ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു. വിവാഹ കാര്യങ്ങളിൽ ചില തടസ്സങ്ങളോ അല്ലെങ്കിൽ അഭിപ്രായ ഭിന്നതയോ ഒക്കെ ഉണ്ടാകാം. കുടുംബത്തിൽ ചില കലഹങ്ങൾ വന്നുവിടാൻ സാധ്യതയുണ്ട്. അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നത് വളരെ നന്നായിരിക്കും. യൂണിഫോം ഇട്ട് ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. IT ഫീൽഡിലുള്ളവർക്കും ആശ്വാസകരമായ ദിവസമായിരിക്കും. പുതിയതായി തുടങ്ങാനിരിക്കുന്ന പല സംരംഭങ്ങൾക്കും അനുമതി കിട്ടുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. ശാരീരിക ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്ക് പുതിയ ചികിത്സാ സമ്പ്രദായങ്ങൾ കണ്ടെത്താനും അനുകൂലമായ വ്യക്തികളിൽ നിന്ന് അഭിപ്രായങ്ങൾ കേൾക്കാനും അതനുസരിച്ച് മുൻപോട്ട് പോകാനുമൊക്കെ സാധിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ ഫലം നോക്കാം, അല്ലെങ്കിൽ കൂറുകാരുടെ ഫലം നോക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര, ചതയം, പൂരുരുട്ടാതി, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ ആശ്വാസകരമായൊരു ദിവസമായിരിക്കും. ഒരുപാട് കാര്യങ്ങളിൽ തീരുമാനങ്ങളെടുക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ്. പ്രത്യേകിച്ചും തൊഴിൽ രംഗത്ത് നമുക്ക് അനുകൂലമായ ഒരു ദിവസമായിരിക്കും. അഭിനന്ദനങ്ങൾ ലഭിക്കുന്ന ദിവസമായിരിക്കും. ഗൃഹത്തിൽ അസുഖങ്ങൾ ബാധിച്ചിരിക്കുന്നവർക്ക് വളരെയധികം ആശ്വാസകരമായ അനുഭവമാണ് ഇന്ന് ഉണ്ടാകുന്നത്.
സന്താനങ്ങളെക്കുറിച്ച് വലിയ പ്രതീക്ഷയും വലിയ സന്തോഷകരമായ വാർത്തകളുമൊക്കെ കേൾക്കാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായി മെച്ചപ്പെട്ട ദിവസമാണ്. എല്ലാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഇന്നത്തെ ദിവസം അനുകൂലമാണെങ്കിലും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ചില മാനസിക സംഘർഷങ്ങളിൽ ഏർപ്പെടാനായിട്ട് സാധ്യത കാണുന്നു. വളരെ ശ്രദ്ധിച്ച് മുൻപോട്ട് പോയാൽ തടസ്സങ്ങളെല്ലാം ഒഴിവാക്കാവുന്നതാണ്. ഇന്നത്തെ ദിവസം വളരെ സന്തോഷപ്രദമാക്കാൻ മനസ്സുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. എല്ലാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഇന്നത്തെ ഈ ഫലം തന്നെയായിരിക്കും അനുഭവപ്പെടുക. അടുത്തതായി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം നോക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരുരുട്ടാതികാല്, ഉത്രട്ടാതി, രേവതി. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു. വളരെ നാളുകളായി ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും പേപ്പർ വർക്കുകളുമൊക്കെ ഇന്ന് ശരിയാകുന്നതാണ്. ബില്ലെല്ലാം പാസ്സാകാനായി കാത്തിരിക്കുന്നവർക്ക് അനുകൂലമായ മറുപടി ലഭിക്കുന്നതാണ്. ലോൺ എടുക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അത് അനുവദിച്ച് കിട്ടുന്ന ഒരു ദിവസമായിരിക്കും. വിവാഹാദി കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകുന്ന ദിവസമാണ്. കമിതാക്കൾക്ക് ഏറ്റവും അനുകൂലമായ ഒരു ദിവസമായിരിക്കും ഇന്ന്. എന്നാൽ ചില അനാപത്ത് ചിലവുകൾ, ഓർക്കാപ്പുറത്തുള്ള ചിലവുകൾ ഒക്കെ വന്നു ഭവിക്കാനായിട്ട് സാധ്യത കാണുന്നു. ശാരീരിക ക്ലേശം മൂലം ചില കാര്യങ്ങൾ മാറ്റി വയ്ക്കേണ്ടതായി വരുമെങ്കിലും മാനസികമായി സമാധാനമുള്ള ഒരു ദിവസമായിരിക്കും. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ തന്നെ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഇന്ന് അനുകൂലമായൊരു ദിവസമായിരിക്കും. ശുഭയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് വളരെ അനുകൂലമായ ഒരു ദിവസമായിരിക്കും ഇന്ന്. വിദേശ പഠനത്തിന്, വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവർക്ക്, വിദേശത്തിരിക്കുന്നവർക്ക് എല്ലാവർക്കും ഇന്ന് വളരെ നല്ല ഒരു അനുകൂലമായ ദിവസമായി കാണുന്നു. ഇന്നത്തെ ഫലം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് വീണ്ടും നാളെ കാണുന്നതുവരെ എല്ലാവരെയും സർവേശ്വരൻ കനിഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും കാണാം. നമസ്കാരം.